Hello friends, welcome to my YouTube channel Haru and Tanu. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചക്ക വരട്ടിയതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ചിലത് ഇതിനെ ചക്ക ജാം എന്നും പറയാറുണ്ട്. ചക്ക വരട്ടിയത് അഥവാ ചക്ക ജാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എൻ്റെ വീട്ടിലുള്ളത് ഒരു കൂഴപ്ലാവാണ്. അപ്പോൾ ഇതിലുണ്ടായ ഒരു കൂഴച്ചക്ക കൊണ്ടാണ് നമ്മൾ ഇന്ന് ചക്ക വരട്ടിയത് തയ്യാറാക്കുന്നത്. നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള കൂഴച്ചക്കയാണിത്. നമുക്ക് ഇതിൻ്റെ പൾപ്പാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചക്ക കൊണ്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒരു തവിയോ അഥവാ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഇതിൻ്റെ പൾപ്പ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ നാരും അതുപോലെ തന്നെ കുരുവും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പൾപ്പ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചക്കയുടെ കുരുവൊക്കെ മാറ്റി ചുള മാത്രമായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നാരൊക്കെ അരഞ്ഞു പൊക്കോളും. ഇങ്ങനെ തയ്യാറാക്കിയെടുത്തേക്കുന്ന പൾപ്പ് ഉരുളിയിലേക്ക് നമുക്ക് മാറ്റാം. ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ചക്ക കൊണ്ട് ചക്ക വരട്ടിയത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഏകദേശം 2 മണിക്കൂറോളം സമയം വേണ്ടി വരും. അപ്പോൾ ഇത് ഗ്യാസിൽ വെച്ച് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അടുപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുപ്പിൽ വെച്ച് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ചക്കയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ, എന്നിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ചക്ക വരട്ടിയത് തയ്യാറാക്കുമ്പോൾ ചക്ക ഒന്ന് വേവിച്ചിട്ട് തയ്യാറാക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ ശർക്കര കുറച്ച് കുറവ് ചേർത്താൽ മതിയാകും. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു കണക്കാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഞാനൊരു 5 ലിറ്ററിൻ്റെ ചക്കയുടെ പൾപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ 1 കിലോ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര നമ്മളൊന്ന് ഉരുക്കി അരിപ്പയിലൂടെ അരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നെയ്യാണ്. 4 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. ഞാൻ ഏതായാലും 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഈ ഒരു ചക്ക വരട്ടാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് എഫേർട്ട് വേണ്ട ഒരു പണിയാണ്. കുറേ നേരം നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പക്ഷേ പ്രിപ്പയർ ചെയ്ത് ഫ്രീസറിൻ്റെ അകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. അതുപോലെ തന്നെ നമുക്ക് പുട്ടിൻ്റെ ഒപ്പവും ചായയുടെ ഒപ്പവും അത് സ്വീറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു ചക്ക വരട്ടിയത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചക്ക ഇല്ലാത്ത സീസണിലും നമുക്ക് ഇത് കഴിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന ശർക്കര അധികം നിറമില്ലാത്ത ശർക്കരയാണ്. നല്ല കറുത്ത നിറം പോലത്തെ ശർക്കര കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണം. അപ്പോൾ നല്ല ഡാർക്ക് കളറിൽ നമുക്ക് ചക്ക വരട്ടി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം, ചക്ക വരട്ടിയത് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇത് തെറിച്ച് നമ്മുടെ മേത്തേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടി പൊട്ടി തെറിച്ച് ചുറ്റും ഇങ്ങനെ വീഴും. അപ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് വേണം ഇളക്കാനായിട്ട്. കാരണം നല്ല ചൂടുള്ള ചക്ക വരട്ടിയത് നമ്മുടെ മേത്തേക്ക് വീഴുമ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കണ്ടോ, ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മളിവിടെ ചക്ക വരട്ടിയത് തയ്യാറാക്കിയേക്കുന്നത്. കുറേ നാളത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വരട്ടിയെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി കുറച്ചും കൂടി നേരം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതിയാകും. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്ക വരട്ടിയത് ഇവിടെ റെഡിയാണ്. തണുത്തതിന് ശേഷം ഇത് ഫ്രീസറിൻ്റെ അകത്ത് സൂക്ഷിക്കാവുന്നതാണ്. അടുത്ത വർഷം ചക്ക ഉണ്ടാകുന്നത് വരെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ തയ്യാറാക്കി സൂക്ഷിക്കുന്ന ചക്ക വരട്ടിയത് കൊണ്ട് നമുക്ക് ചക്ക അട, പായസം, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് Haru and Tanu. Bye.